Hare Krishna, Hare Krishna, Krishna Krishna. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അതില് ശ്രീല പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാര് പ്രഭുപാദുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന സാക്ഷാത്കാരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ് മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്ന് പറയും. അപ്പൊ അതില് മാലതി ദേവിദാസി എന്ന് പറഞ്ഞൊരു മാതാജി അവര് പ്രഭുപാദിനെ ആദ്യമായിട്ട് കണ്ട് ഒരു ലെക്ചറിൽ വെച്ച് കേട്ട് അങ്ങനെയാണ് വന്നത്. അപ്പം അവരൊക്കെ ആദ്യകാലത്ത് ഹിപ്പീസ് ആയിരുന്നു. ഹിപ്പീസിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് അവർ നല്ല ധനികമായ കുടുംബത്തിലാണ് ജനിച്ചെങ്കിലും ഈ ഫേക്കായിട്ടുള്ള സ്നേഹങ്ങള്, ഫേക്കായിട്ടുള്ള ബന്ധങ്ങള് നിരർത്ഥങ്ങളായിട്ട് തോന്നുകയും അവർ യഥാർത്ഥ സ്നേഹം ഈ ലോകത്തിൽ എവിടെയാ കിട്ടുന്നതെന്ന് അന്വേഷിച്ച് ഫ്രീ ആയിട്ട് അച്ഛനമ്മമാരുടെ ഇതിൽ നിന്നൊക്കെ മാറി ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് അന്ന് ഹിപ്പീസ് എന്ന് വിളിച്ചിരുന്നത്. ഒരു പല രീതിയിൽ ആ സ്നേഹം ആസ്വദിക്കാൻ അവർ ശ്രമിക്കും. ലഹരിയിലൂടെയും മറ്റു ബന്ധങ്ങളിലൂടെയും ഒക്കെ എന്താണ് യഥാർത്ഥ സ്നേഹം, ഒരു നിഷ്കളങ്കമായ സ്നേഹം അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവര് ശ്രമിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ, അങ്ങനെ ഒരു യൂത്തിന്റെ ഒരു ഭാഗമായിരുന്നു മാലതി മാതാജി. അപ്പൊ ശ്രീല പ്രഭുപാദിന്റെ ലെക്ചർ ആണ് ആദ്യം അവർ കേട്ടത്. പ്രഭുപാദ് സംസാരിക്കുകയായിരുന്നു, അവര് അവിടെ വന്ന് കേൾക്കുക. അപ്പം പ്രഭുപാദ് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് പറയുന്നതെന്നാണ് മാലതി മാജി പറയുന്നത്. അതിനകത്ത് ഒരു തരത്തിലുള്ള വെള്ളവും ഒന്നും ചേർക്കാതെയാണ് പ്രഭുപാദ് അത് പറയുന്നത്. അത് മാലതി മാജി ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഒരാൾ പറയാണ് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ കുറയ്ക്കുന്നോ ഇല്ല. അതെന്താണോ അത് അതേപോലെ പറഞ്ഞുതരാം. അപ്പൊ അതേപോലെയാണ് പ്രഭുപാദ് വന്ന് സംസാരിച്ചതെന്ന് മാലതി മാജി പറയുന്നു. പ്രഭുപാദ് പറഞ്ഞു, ദർ ഇസ് നോ ലവ് ഇൻ മെറ്റീരിയൽ വേൾഡ്. ഭൗതിക ലോകത്തില് സ്നേഹം എന്ന് പറയുന്നതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഹിപ്പീസ് ആയിട്ടുള്ളവരൊക്കെ ആ സ്നേഹം ഈ ലോകത്തിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് പല തലത്തിൽ അവര് ശ്രമിക്കുന്നത്. അവര് ലഹരിയിലൂടെയും പല സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൂടെയൊക്കെ അവർ ആ സ്നേഹം അന്വേഷിക്കുകയാണ്. അപ്പം പ്രഭുപാദ് വളരെ കൃത്യമായിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുകയാണ്. ഭൗതിക ലോകത്തിലെ സ്നേഹം നമുക്ക് കാണാൻ കിട്ടില്ല എന്നുള്ള കാര്യം പ്രഭുപാദ് പറയുകയാണ്. അത് അവർക്ക് മാലതി മാജി സംബന്ധിച്ചത് വലിയൊരു ആശ്വാസമാണ് എന്ന് മാലതി മാജി പറയും. കാരണം നമുക്ക് എവിടെ കിട്ടുന്നു എന്ന് അന്വേഷിച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അന്വേഷണം നിർത്തി യഥാർത്ഥത്തിൽ ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്ന് പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഭൗതിക ലോകത്തിൽ അത് കണ്ടുപിടിക്കാൻ നടന്ന് സമയം കളയണ്ട, ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉചിതമായിട്ട് ചെയ്യേണ്ടതെന്ന് പ്രഭുപാദ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രഭുപാദ് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം ഒന്നെങ്കിൽ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവരെ നമ്മൾ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അവര് നമ്മളെ ഇട്ടിട്ട് പോവുകയും ചെയ്യും, നമ്മുടെ അടുത്തുനിന്ന് അവർ പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ സ്നേഹം പൂർണ്ണമായിട്ട് നമുക്ക് റീപോസ് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എവിടെയാണോ നമ്മുടെ സ്നേഹം പൂർണ്ണമായിട്ട് കൊടുക്കുന്നത് അതിന് പൂർണ്ണമായ തിരിച്ചുള്ള പ്രതികരണം ഉണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ അത് സാറ്റിസ്ഫാക്ഷൻ ആവത്തുള്ളൂ. നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും തിരിച്ച് പ്രതികരണം ഇല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന് തൃപ്തി ഉണ്ടാവത്തില്ല. അപ്പം ഈശ്വരൻ എവിടെയും പോകില്ല. ഈശ്വരൻ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈശ്വരന് നമ്മൾ സ്നേഹം കൊടുത്താൽ നമ്മുടെ സ്നേഹം കൊടുക്കാനുള്ള ആ ഒരു ത്വര അല്ലെങ്കിൽ ആ വാഞ്ച അത് എപ്പോഴും തൃപ്തിപ്പെടും എന്നാണ് ശ്രീല പ്രഭുപാദ് ആ ലെക്ചറിൽ പറഞ്ഞത്. അത് മാലതി മാജിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവായിരുന്നു. അതാണ് പ്രഭുപാദനെ കുറിച്ചുള്ള എന്റെ ആദ്യത്തെ ഓർമ്മ അല്ലെങ്കിൽ മറക്കാത്ത ഓർമ്മ എന്നാണ് മാലതി മാജി പറയുന്നത്. അപ്പൊ ഇവിടെ മാലതി മാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു നിർവ്യാജനായ ആധ്യാത്മികാചാര്യൻ ഒരിക്കലും നമ്മളുടെ അപ്പോഴുള്ള തൃപ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും നേടാൻ വേണ്ടിയോ ഒന്നും സംസാരിക്കില്ല. ആ യഥാർത്ഥ സത്യം വളച്ചൊടിക്കാതെ ശരിയായി നമുക്ക് പറഞ്ഞു തരും. അതുവഴി നമുക്ക് ആ സത്യത്തെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക്
ആത്മീയ പുരോഗതി നേടാൻ സാധിക്കും. ഇത് ഒരു നിർവ്യാജനായ ആധ്യാത്മിക ഗുരുവിന്റെ ലക്ഷണമാണെന്ന് മാലതി മാജി അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്.